Hi friends, it's me Abhi Bashraf and എല്ലാവരെയും ഒരിക്കൽ കൂടി ഫുട്ബോളിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ ഇപ്പം വീഡിയോ ഇട്ടിട്ട് 5-6 ദിവസമായി. ലാസ്റ്റായിട്ട് ബഹ്റിൻ വേഴ്സസ് ഇന്ത്യ മാച്ചിൻ്റെ മാച്ച് പ്രിവ്യൂ ആണ് ഇട്ടത്. ഏതായാലും ഒരു സംഭവബഹുലമായിട്ടുള്ളൊരു ആഴ്ചയായിട്ട് പോലും വീഡിയോ ഇടാൻ കഴിയാത്തതിൽ എല്ലാവരോടും സോറി ചോദിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു ഇടാൻ പറ്റിയ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഏതായാലും ഇന്ത്യ പരാജയപ്പെട്ട് AFC ഏഷ്യൻ കപ്പിൽ നിന്ന് പുറത്തായി. അതേപോലെ തന്നെ സ്റ്റീഫൻ കോൺസ്റ്റൻ്റ് ഇന്ത്യൻ ടീമിൻ്റെ നാഷണൽ ടീമിൻ്റെ പരിശീലകൻ രാജിവെച്ചു. അനസ് എടത്തൊടിക, മലയാളി താരമായ അനസ് എടത്തൊടിക ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടായ ഒരു ആഴ്ചയായിരുന്നു. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി എത്തിയിട്ടുള്ള നെലോ വെങ്കാഡ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരനെ പറ്റിയാണ്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയകൾ വഴി ഉണ്ടായിട്ടുള്ളത്. അപ്പം അദ്ദേഹം നല്ലൊരു കോച്ചാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. കാരണം കമൻറ്റ് ബോക്സുകളിൽ മോശം റെസ്പോൺസാണ്. ഒരുപക്ഷെ അതൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ സമീപകാലത്തുള്ള ഒരു പ്രകടനം ഒക്കെ കണക്കിലെടുത്തായിരിക്കാം. കാരണം വേറൊരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം അവസാനമായിട്ട് പരിശീലിപ്പിച്ചത് മലേഷ്യൻ നാഷണൽ ടീമിനെയാണ്. അവിടെ അദ്ദേഹത്തിന് അത്ര കണ്ട് തിളങ്ങാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു നെഗറ്റീവ് കമൻറ്റുകളൊക്കെ എത്തുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു മോശം പരിശീലകനാണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ഒരു പരിചയമുണ്ട് എന്നുള്ളതും നമുക്ക് ഏറെ ഗുണം ചെയ്യും. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഇംഗ്ലീഷ് ഫ്ലേവർ ഇല്ലാത്ത ഒരു കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകനായിട്ട് എത്തിക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് ഒരു നല്ല സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല 38 വർഷത്തെ കോച്ചിങ് കരിയറുള്ള ഒരു കോച്ചാണ് നെലോ വെങ്കാഡ. നമുക്ക് ഡേവിഡ് ജെയിംസിനെ അറിയാം, ഒരു ടീമിനെ പോലും പരിശീലിപ്പിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കോച്ചായിരുന്നു. അതിൽ നിന്നും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു കോച്ചിനെ എത്തിച്ചത് തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയാണ്. മെയ് വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ്. ഇനി ISLലെ ബാക്കിയുള്ള മത്സരങ്ങളിലും സൂപ്പർ കപ്പിലും ഒക്കെ ഇദ്ദേഹമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകൻ. മലേഷ്യയ്ക്ക് വേണ്ടി അത്ര ഒരു നല്ല റെക്കോർഡ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഏഷ്യയിലെ പല വമ്പൻ ക്ലബ്ബുകളുടെയും പരിശീലകനായിരുന്നു. FC സിയോൾ പോലുള്ള സൗത്ത് കൊറിയൻ ടീമിൻ്റെയൊക്കെ പരിശീലകനായിട്ടുണ്ട്. മാത്രമല്ല പോർച്ചുഗീസ് നാഷണൽ ടീമിൻ്റെ പരിശീലകനായിട്ടുണ്ട്. പോർച്ചുഗീസ് അണ്ടർ-20 ടീമിൻ്റെ വേൾഡ് കപ്പ് പരിശീലകനായിരുന്നു. അതേപോലെ ജോർദൻ ടീമിൻ്റെ പരിശീലകനായിരുന്നു. ഇറാൻ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു. അതേപോലെ ഇറാൻ ടീമിൻ്റെ ഒളിമ്പിക് കോച്ചായിട്ടുണ്ട്. അതേപോലെ ഈജിപ്ത് ടീമിൻ്റെ പരിശീലകൻ എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല 1996 സൗദി അറേബ്യ AFC ഏഷ്യൻ കപ്പിൻ്റെ ചാമ്പ്യന്മാരായപ്പോൾ അവരുടെ പരിശീലകൻ കൂടിയായിരുന്നു നെലോ വെങ്കാഡ. പിന്നെ 2002-2003 സീസണിൽ ഈജിപ്ഷ്യൻ ക്ലബ്ബായ സംലേക്ക് എന്ന് പറയുന്ന ക്ലബിൻ്റെ പരിശീലകനായിരുന്ന സമയത്ത് ആ സീസണിൽ അദ്ദേഹം ആ ടീമിനെ അവരുടെ ലീഗ് ചാമ്പ്യന്മാരാക്കി. അതേപോലെ തന്നെ കാഫ് സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരാക്കി. ഈജിപ്ഷ്യൻ സൗദി അറേബ്യൻ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരാക്കി. അതേപോലെ അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് എന്നീ കിരീടങ്ങളും ഈ ടീമുകൾക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം FC സിയോളിൽ എത്തിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ സീസണിൽ ഒരു റെക്കോർഡ് 71% വിജയ ശതമാനത്തോടു കൂടി ആ ടീമിനെ J ലീഗ് ചാമ്പ്യന്മാരാക്കി. മാത്രമല്ല ആ വർഷത്തെ ഡൊമസ്റ്റിക് കപ്പിലും അദ്ദേഹം ഈ FC സിയോളിനെ ചാമ്പ്യന്മാരാക്കി. 2015 സീസണിൽ മരിറ്റീമോ എന്ന് പറയുന്ന പോർച്ചുഗീസ് ക്ലബിനെ പോർച്ചുഗീസ് പ്രീമിയർ ലീഗ് കളിക്കുന്ന സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഒരു ടീമാണ്. എന്നിരുന്നാൽ പോലും അത്ര വലിയൊരു ടീം അല്ലെങ്കിൽ പോലും ആ ടീമിനെ ആ വർഷത്തെ ലീഗ് കപ്പിൽ ഫൈനൽ വരെ എത്തിച്ച ഒരു പരിശീലകൻ കൂടിയാണ് നെലോ വെങ്കാഡ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നമുക്കറിയാം 2016 സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകനായിരുന്നു നെലോ വെങ്കാഡ. ആ സീസണിൽ 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം സ്റ്റൈല് വളരെ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് മാച്ച് എന്ന് പറയുന്ന ISL ആ സീസണിലെ അവസാനത്തെ ലീഗ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമുകൾക്കായിരുന്നു അന്ന് സെമി ബെർത്ത്, അതായത് ഒരു ക്വാർട്ടർ മത്സരത്തിൻ്റെ പ്രതീതി. ആ മത്സരം വിജയിച്ചിട്ടാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്കും പിന്നീട് ഫൈനലിലേക്കും ഒക്കെ പോയത്. ആ മത്സരത്തിൽ 1-0ക്കാണ് നോർത്ത് ഈസ്റ്റ് തോറ്റത്. ആ ഒരു സീസണിലായിരുന്നു നെലോ വെങ്കാഡ നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ചായിരുന്നത്. ആ സീസണിൽ ആദ്യത്തെ ഒരു മാസം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു അൺബീറ്റൺ റെക്കോർഡൊക്കെ ഇട്ട്
ഒന്നാം സ്ഥാനത്ത് ഒരു മാസത്തോളം നിന്നിരുന്നു. അതിനുശേഷമാണ് ചില നിർഭാഗ്യങ്ങളും തുടർ തോൽവിയൊക്കെ വഴി ഇവർ താഴേക്ക് പോയത്. ഏതായാലും ഇന്ത്യയിലും അദ്ദേഹത്തിന് ഒരു നല്ല കോച്ചിങ് കരിയർ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും എമിലിയാനോ അൽഫാറെ പോലുള്ള മികച്ച താരങ്ങളെയൊക്കെ ഇന്ത്യയിലേക്ക് എത്തിച്ച ഒരു കോച്ച് കൂടിയാണ് നെലോ വെങ്കാട. അദ്ദേഹത്തിന് പല പോർച്ചുഗീസ് താരങ്ങളെയും അന്ന് നോർത്ത് ഈസ്റ്റ് ടീമിലൊക്കെ എത്തിച്ചിരുന്നു. കാരണം ഇംഗ്ലീഷ് ഫ്ലേവർ വിട്ട് പോർച്ചുഗീസ് സ്റ്റൈലാകുമ്പോൾ ഇന്ത്യൻസ് ഒരു ഘടനയോടൊക്കെ കുറച്ചും കൂടെ ഇണങ്ങുന്നതാണ് എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു സൂപ്പർ കപ്പിലും ബാക്കിയുള്ള അവശേഷിക്കുന്ന ISL ഒക്കെ ഒരു പ്രകടനം വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശമല്ലാത്ത ഒരു സൈനിങ് ആണ്. കാരണം ഡേവിഡ് ജെയിംസ് ഒരു കോച്ചിങ് എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു കോച്ചാണ്. അദ്ദേഹത്തിന് പകരം എത്തിയിരിക്കുന്നത് ഒരു വളരെ അധികം ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള 4 പതിറ്റാണ്ടുകളോളം കോച്ചിങ് കരിയറുള്ള ഒരു കോച്ചാണ്. ഏതായാലും ഇതൊക്കെയാണ് പറയാൻ വന്നിരുന്നത്. പിന്നൊരു കാര്യം, നമ്മുടെ യൂട്യൂബിൽ 7000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. വളരെ വളരെ താങ്ക്സ് ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് തുടരുക. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഹബീബ് അഷ്റഫ് ആൻഡ് സൈനിങ് ഓഫ്.